അല്ല, പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. നിങ്ങളതിന് പ്രസക്തി ഉണ്ടെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയായിട്ട് നടക്കട്ടെ. കേവലം കല്ലിടലല്ല നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഓടിച്ചെന്ന് കുറേ കല്ല് സ്ഥാപിക്കലല്ല, പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് കൂടുതൽ നടക്കുന്നത്. ശ്രീ ഡോക്ടർ പി കെ ഗോപൻ, വലിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ സംസ്ഥാനത്തെമ്പാടും നടക്കുകയാണ്. ഇതിനിടയിലാണ് പലയിടങ്ങളിൽ നിന്നായി പാർട്ടി വിമതർ പാർട്ടിക്കുള്ളിൽ നിന്നപ്പോൾ അവർ അനുഭവിച്ചു എന്ന് പറയുന്ന, മനസ്സിലാക്കി എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന പല കഥകളും ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇത് ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികൾക്ക് വെല്ലുവിളിയാണോ? അല്ല, ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. രണ്ട് പ്രാസോപ്പിച്ച് വേണമെങ്കിൽ പറയാം. വികസനമെന്നും വിമതർ എന്നും നമുക്കൊരു മലയാള ഭാഷയുടെ ഭംഗി ഉപയോഗിച്ച് അതിൽ അലങ്കാരവും പ്രാസവും ചേർത്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുമായിട്ടൊരു ബന്ധമില്ല. വിമത ശബ്ദം എന്നൊക്കെ ഉള്ളത് ഏറ്റവും അങ്ങേയറ്റം ലോലലോലമായ ദുർബലമായ ഒരു ശബ്ദം മാത്രമാണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് 10 വർഷം ഭരണത്തിലിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതീക്ഷകളിൽ അർപ്പിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തന പരിപാടികളിലുണ്ടായിട്ടുള്ള ആഘാതമോ ഒക്കെ അതിന് കാരണമാകാം. വ്യത്യസ്തമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതോ പുറത്താക്കപ്പെടുന്നതോ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതിൻ്റെ നടപടിക്രമങ്ങളിൽ വ്യത്യസ്തതയുണ്ടായിരിക്കും. എവിടം വരെ ഏതറ്റം വരെ ഒരാൾക്ക് പോകാൻ കഴിയുമെന്നുള്ളത് പാർട്ടികളുടെ രീതി ശാസ്ത്രം അനുസരിച്ച് വ്യത്യാസമാണ്. അങ്ങേയറ്റം ദുർബലമായ ഒന്ന് മാത്രമാണ് കേരളത്തിലെ വിമത ശബ്ദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയിലെ വിമത ശബ്ദം അപൂർവം ചില പ്രദേശങ്ങളിലെ അപൂർവമായ സംഭവങ്ങൾ മാത്രമാണ്. അത് കേരളത്തിലെ 10 വർഷത്തെ വികസനവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിശകലന രീതി തന്നെ അപ്രസക്തമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിനൊപ്പം തുടർച്ചയായി ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒരു നേതാവെങ്കിൽ മനസ്സിലാക്കാം, പയ്യന്നൂരിൽ, പാലക്കാട്, കൊട്ടാരക്കരയിൽ, ആലപ്പുഴയിൽ, ഇങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ജില്ലകളിൽ നിന്ന് CPM-നൊപ്പം ചേർന്ന് നിന്നവർ, MLA-മാരായിരുന്നവർ, മന്ത്രിയായിരുന്ന വ്യക്തി, ഇങ്ങനെ എത്രയോ പ്രമുഖ നേതാക്കളാണ് ഈ പാർട്ടിക്കെതിരെ വിമർശനം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ ഗൗരവമായി കാണുന്നില്ല എന്ന് അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനൊരു പ്രസക്തിയുമില്ല എന്ന് മാധ്യമങ്ങളുടെ വീക്ഷണകോണിൽ അങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. നിങ്ങളതിന് പ്രസക്തി ഉണ്ടെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയായിട്ട് നടക്കട്ടെ. നമുക്ക് സമാന്തരമായിട്ട് ആ ജോലി ചെയ്യാം. ഞങ്ങൾക്ക് അതിന് പ്രസക്തി ഇല്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഇപ്പം തന്നെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 4 ജില്ലയാണ് പറഞ്ഞത്. കേരളത്തിൽ 14 ജില്ലയുണ്ട്. ഈ 4 ജില്ലയിലെയും സംഭവങ്ങൾ ഓരോന്നെടുത്ത് നമ്മൾ ഒരുപാട് സമയം ചർച്ച ചെയ്തതുകൊണ്ട് ഇപ്പോഴത്തെ വിഷയം അതല്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല. കാരണം വളരെ ദുർബലമായ ചില കാര്യങ്ങളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിലെ വികസനവുമായിട്ട് താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് കേരളത്തിലൊരു മുന്നണി അല്ലെങ്കിൽ നാട്ടിൽ എവിടെ അധികാരത്തിൽ വരുന്നതിന്റെ ഭാഗമായി അവർ കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പറയും. കഞ്ചാവ് വലിക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട പാർട്ടി പദവികളിൽ ഇരിക്കുന്നു എന്നൊക്കെ ഇത്ര കാലം പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് മുൻ മന്ത്രി പറയുന്നു. MLA ആയിരുന്നയാൾ മറുവശത്ത് പോയി മത്സരിക്കാൻ പോകുന്നു. ഇതൊക്കെ വളരെ നിസ്സാരം എന്ന പൊതുജനവും വിലയിരുത്തും എന്ന് CPM കരുതുന്നുണ്ടോ? അല്ല, ഞാനതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഈ പാലക്കാട്ടെ വിമതരായിട്ടുള്ള ആളുകൾ ഈ പ്രശ്നം ഉന്നയിച്ച് പാർട്ടി വിട്ടവരാണോ? അവിടെ അത് ഉദ്ഘാടനം ചെയ്ത മുൻ MLA CPM-നകത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ CPM-ഉമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ ആളാണോ? അദ്ദേഹം നടപടിക്ക് വിധേയനാക്കപ്പെട്ട് പുറത്തു പോയപ്പോൾ പറയുന്ന ആക്ഷേപവും മറ്റു രീതിയിൽ പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഞ്ചാവ് വലിക്കുന്ന കേസ് പറഞ്ഞു. എത്ര വർഷം മുമ്പുള്ള കഥയായി പറയുന്നത്? ഇത്രയും വർഷം ഈ കഞ്ചാവ് വലിക്കുന്ന 1-2 ചെറുപ്പക്കാരെ അദ്ദേഹം പറഞ്ഞല്ലോ, പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവരുടെ പാർട്ടിയിൽ എന്തിനാണ് അദ്ദേഹം തുടർന്നത്? അപ്പോൾ അദ്ദേഹത്തിനൊരു അസ്വസ്ഥതയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നടപടി ഉണ്ടാകുമ്പോഴല്ലേ പ്രതിഷേധമായിട്ട് വരും. ഇത് വ്യത്യസ്തമാണ്. ഒരാശയത്തിൻ്റെ പേരിലോ ഒരാക്ഷേപത്തിൻ്റെ പേരിലോ ഒരു പാർട്ടിയിൽ നിന്ന് ആക്ഷേപം ഉന്നയിച്ച് അല്ലെങ്കിൽ ആശയപരമായ തർക്കം ഉന്നയിച്ച് പുറത്തു പോകുന്നതും തനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ പുറത്താക്കപ്പെടുമ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തമ്മിൽ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അതിനെ ആ ഗ്രാവിറ്റിയിലേ കാണാവൂ.
പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത് അതൊരു പിന്നെ ചെറിയ കാര്യമില്ല. 75 വയസ്സ് കഴിഞ്ഞാൽ CPIM-ന്റെ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുക എന്നുള്ളത് പ്രകാശ് കാരാട്ട് ഒഴിവാക്കപ്പെട്ടു, വൃന്ദ കാരാട്ട് ഒഴിവാക്കപ്പെട്ടു, നൃപൻ ചക്ര പിന്നെ അതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ ഒഴിവാക്കപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ എത്രയോ ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ആനന്ദലവട്ടം ആനന്ദൻ അദ്ദേഹം മരിച്ചുപോയി, ഒഴിവാക്കപ്പെട്ടതിന് ശേഷമാണ് മരിച്ചത്. PK ഗുരുദാസൻ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. അങ്ങനെയുള്ള വളരെ സീനിയറായ ആൾ ശ്രീ MM മണിയാശാൻ ഒഴിവാക്കപ്പെട്ടു അതിൻ്റെ പേരിൽ. അങ്ങനെ സീനിയറായ ആൾക്കാരെല്ലാം അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി 75 വയസ്സ് കഴിഞ്ഞപ്പോൾ അവരൊഴിവാക്കപ്പെട്ട് നിൽക്കണം. വളരെ വളരെ അപൂർവമായിട്ടുള്ള ചില പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. അതിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട ആളാണ് സഖാവ് G. സുധാകരൻ. CPM-നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട സ്വത്താണ് അദ്ദേഹം. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ടാലൻ്റുള്ള, നല്ല ഭരണ മികവ് പുലർത്തിയിട്ടുള്ള, നല്ല പ്രഭാഷണ ശേഷിയുള്ള, നല്ല സംഘടനാ മികവുള്ള ഒരാൾ. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം സംഭാവന CPM-ന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കാവുന്നിടത്തോളം CPM-ഉം പരിഗണിച്ചു. പക്ഷേ നമ്മുടെ സമയം കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം മാറ്റപ്പെട്ടതാണ്. അല്ലാതെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതല്ല. അപ്പോൾ മെമ്പർഷിപ്പിന്റെ പോലും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ഡോക്ടർ ഗോപൻ? അല്ല, അത് അവരുടെ പരിശോധിച്ചിട്ട് അവർ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അദ്ദേഹത്തെ അങ്ങനെ ബോധപൂർവ്വം ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ, അതോ സ്വാഭാവികമായി അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ? ഇനി ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ടവരെല്ലാം തെരഞ്ഞെടുപ്പ് പാർട്ടി കമ്മിറ്റിയുടെ ഭാഗമായി ആ ഘടകങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. സഖാവ് G. സുധാകരൻ എന്ന ആലപ്പുഴയിലെ സീനിയർ മോസ്റ്റ് ലീഡർ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന ഘടകത്തിലെ അംഗമാണ്. അതും PK ശശിയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. G. സുധാകരനെയും ശ്രീ ശശിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോകരുത്. ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യസ്തതകളുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ ഉൽപ്പന്നം വരുന്നത് വ്യക്തിപരമായിട്ടല്ല, കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ വികസനവുമായി ബന്ധപ്പെടുത്തി തന്നെ ചർച്ച ചെയ്യണം. ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ ആഗ്രഹം എന്താ? G. സുധാകരന് പോസ്റ്റ് കിട്ടുന്നോ, VD സതീശന് പോസ്റ്റ് കിട്ടുന്നോ, പിണറായിക്ക് പോസ്റ്റ് കിട്ടുന്നോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമല്ല. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം അവരുടെ ജീവിതമാണ്. ഏത് നേതാവ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഗുണമാണോ ഇല്ലയോ എന്നുള്ളത് മാത്രം അവർ നോക്കുന്ന ആ നേതാവ്. അല്ല, ഒരാളെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാനും പ്രതിപക്ഷ നേതാവിനും നടക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതാരാ ചെയ്തേ? അതിൻ്റെ പ്രതിഫലമാണ് അവർ തെരഞ്ഞെടുപ്പിൽ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ 10 വർഷത്തെ സർക്കാരിന് അഭിമാനപൂർവ്വം കാര്യങ്ങൾ പറയാനുണ്ട്. ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല. പ്രകടന പത്രിക പുറപ്പെടുവിച്ചിട്ട് പ്രകടന പത്രിക ആരെങ്കിലും ഗൗരവമായിട്ട് പരിഗണിക്കുമോ എന്ന് ചോദിച്ച കേന്ദ്രമന്ത്രിമാർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രകടന പത്രിക എന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ളതാണെന്ന് ചരിത്രപരമായി തെളിയിച്ചൊരു സർക്കാരാണ്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ വികസന മുന്നേറ്റങ്ങൾ കേവലം കല്ലിടലല്ല നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഓടിച്ചെന്ന് കുറേ കല്ല് സ്ഥാപിക്കലല്ല, പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് കൂടുതൽ നടക്കുന്നത്. ബാക്കി കല്ലിടുക എന്ന് പറയുമ്പോൾ AS-ഉം TS-ഉം എല്ലാം കഴിഞ്ഞ് ടെൻഡർ നടപടികളും കഴിഞ്ഞ് എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കിയിട്ടാണ് അതിൻ്റെ കല്ലിടലിലേക്ക് കടക്കുന്നത്. അത് നമുക്ക് വിവരാവകാശം അനുസരിച്ച് ചോദിച്ചാൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ മനസ്സിലാവും. അങ്ങനെ മികവിൽ നിന്ന് മികവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ അടിയന്തര കടമകളിലൊന്നാണ്. ആ കടമകൾക്ക് മുമ്പിൽ വന്നു വീഴുന്ന ഇത്തരം ചെറിയ ഒറ്റപ്പെട്ട ഡോക്ടർ ഗോപൻ, പിണറായിസ്റ്റുകൾ എന്ന ആക്ഷേപം, പിണറായിസ്റ്റുകൾക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന ആക്ഷേപം വസന്ത് ഉന്നയിക്കുന്നു. ശ്രീ ജോർജ് പൊടിപാറ പറയുന്നത് ഈ വികസനത്തിനും അപ്പുറത്തേക്ക് സർക്കാർ നേരിടേണ്ടി വന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം തുടങ്ങി ഒരുപക്ഷെ ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന് താങ്കൾക്ക് മറുപടി പറയാം. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു, വരും ദിവസങ്ങളിലൊക്കെ നിർവഹിക്കാനിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് നിന്നപ്പോൾ കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും അടക്കം പണി പൂർത്തിയാക്കാതെ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന വിമർശനം CPM ഉന്നയിച്ചിരുന്നു. ഇന്ന് വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തുരങ്കപാതയുടെ പാറ തുരക്കലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതിന്റെ തന്നെ ഒരു നിർമ്മാണ ഉദ്ഘാടനം നടന്നിരുന്നല്ലോ. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ട് പരിപാടിയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശ്രീമതി നിഷയുടെ ചോദ്യത്തെ തന്നെ ഞാൻ ആദ്യം സമീപിക്കാം, അവതാരകയുടെ ഒരു പ്രിവിലേജ് വെച്ചിട്ട്. പക്ഷേ 2 CPM വിരുദ്ധ കോൺഗ്രസ് അനുകൂല പ്രഭാഷണം ദീർഘനേരം ഇവിടെ സംഭവിക്കുകയുണ്ടായി. എല്ലാത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല, പലതും പഴകി തേഞ്ഞ ആരോപണങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങ് ചോദിച്ച ആദ്യത്തെ ചോദ്യം,
ഈ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് പൂർത്തിയാകാത്ത പദ്ധതികളുടെ, അതായത് വയലിൽ വിമാനം ഇറക്കി ഉദ്ഘാടനം ചെയ്ത രീതിയാണോ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്? കേരളത്തിൽ 1200 കോടി രൂപ ചെലവഴിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുടിപ്പാറ സാറിനൊക്കെ അത് വികസനം എന്ന് പറയാൻ ചെറിയൊരു കാര്യം മാത്രമായിട്ട് തോന്നും. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുഴപ്പമല്ല അത്. അപ്പോൾ ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നടന്നത് ആ പദ്ധതിയുടെ പൊതു ഉദ്ഘാടനമാണ്. പക്ഷെ ഇന്ന് നടന്ന പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വർക്കിൻ്റെ ഉദ്ഘാടനമാണത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് കാലത്ത് മനുഷ്യാധ്വാനം കൂടുതൽ ഉപയോഗിച്ച് നടന്നിരുന്ന പ്രവൃത്തി ഏറ്റവും വലിയ ടെക്നിക്കൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത് നടക്കുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, നിർമ്മാണ ഉദ്ഘാടനം നടത്താനും എല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പോണോ എന്നുള്ളതേ ഉള്ളൂ. പാറ തുറക്കാനൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകേണ്ടതുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. നിർമ്മാണ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത് എനിക്ക് മനസ്സിലാവും. പിന്നീട് ഇതിനും അദ്ദേഹം തന്നെ പോകണം. അല്ല, നിഷയ്ക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. നിഷയെ PK ഗോപന് മനസ്സിലാകാത്ത ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് ലോകോത്തര നിലവാരമുള്ള ഒരു ബ്ലാസ്റ്റിംഗ് അവിടെ നടന്നപ്പോൾ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾ പലരും അത് മറച്ചു പിടിക്കാൻ പരിശ്രമിച്ചു. ഇന്ത്യയിലെ പല മേഖലകളിലും അത് വളരെ സാഹൂതം നോക്കി നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി 5 വർഷത്തെ ഒരു പ്രവർത്തനം 3.5 വർഷം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അത് വിജയിച്ചതോടുകൂടി അവർ പറയുകയാണ് 5 വർഷം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും. അതാണ് അതുമായി ബന്ധപ്പെട്ട് പാറ തുരക്കൽ വിജയകരമായി നടപ്പാക്കുന്നതെന്നാണോ താങ്കൾ പറയുന്നത് ഈ തുരങ്കപാതയ്ക്ക് വേണ്ടി? അല്ല, രാജ്യത്ത് നടന്നിട്ടുള്ള ഈ ചോദ്യങ്ങളുടെ കണക്ഷൻ നടത്തിക്കൊണ്ടുപോയി നിഷ, ഈ ചോദ്യത്തിന്റെ പുറകെ പാറ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ രണ്ടുപേരും പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സമയം കിട്ടാതെ പോകും. അത് നിഷ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, എനിക്കറിയാം. നമുക്ക് പാറയിൽ വിടാം. അത് അപൂർവമായ ഒരു വികസന പ്രവർത്തനമാണ് അവിടെ. അല്ല, തന്നോ താമരശ്ശേരി ബിഷപ്പിന്റെ ഒരു ബൈറ്റ് അങ്ങ് കൊടുത്താൽ മതി, പ്രശ്നം പരിഹരിക്കാം. എന്താണ് ഈ വികസന പ്രവർത്തനത്തിന്റെ? അദ്ദേഹം പറഞ്ഞത് ഇത് പണ്ട് മുതലേ തുടങ്ങി, യാഥാർത്ഥ്യം പലർക്കും ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് പക്ഷേ പാറ പൊട്ടിക്കാനും മുഖ്യമന്ത്രി പോകുന്ന എന്തിനാണ് എന്നുള്ളത് എന്റെ സംശയമുള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞത് ഇതെന്തോ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരം ഒരു പാറ പൊട്ടിക്കൽ വിജയകരമായി നടപ്പാക്കുന്നത്. അതിലെന്റെ സംശയം ഞാൻ ചോദിച്ചു ഒന്ന് മാത്രം. അപ്പൊ തിരഞ്ഞെടുപ്പെടുത്തുകൊണ്ടാണോ എന്ന സംശയം എനിക്ക് ആകാം അല്ലേ? മനസ്സിലായോ? മുഖ്യമന്ത്രിക്ക് സൗകര്യം ഉണ്ടായിട്ട് അല്ല അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് സൗകര്യം ഉണ്ടായിട്ട് പോയി ഉദ്ഘാടനം ചെയ്ത് ഈ കേരളത്തിൽ നടക്കുന്ന വയനാട് ജനത അങ്ങേയറ്റം ആവേശത്തോടുകൂടി. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ഞങ്ങൾ സമ്മതിക്കത്തില്ല തുരങ്കപാത, പശ്ചിമഘട്ട മലനിരകൾ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ബൈറ്റ് എടുത്തൊന്ന് കേൾക്കുന്നതല്ല. വയറ്റിൽ കത്രികയുമായി നടക്കേണ്ടി വന്ന ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞിട്ട് അവരെ ഒന്ന് കാണാൻ മുഖ്യമന്ത്രിക്ക് സൗകര്യം ഉണ്ടായോ? അല്ല, വയറ്റിൽ കത്രിക കിടന്ന ഒരു സ്ത്രീ മാത്രമല്ല ശ്രീ നിഷ, 2,47,000 സർജറി കേരളത്തിൽ നടന്നിട്ടുണ്ട്. 2,47,000. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യം ഒരുക്കുകയും ഒരുപാട് സ്ത്രീകൾക്ക് വയറ്റിൽ കത്രിക കിടക്കുന്നവർക്കും അല്ലാത്തവർക്കും ആശ്വാസത്തിന് വേണ്ടിയാണ് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ 1200 കോടി രൂപയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ പേര് കൂടിയാണ് പിണറായി വിജയൻ. അത് ഓർത്താൽ മതി. അതുപോലെ ഒരു കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ക്യാൻസർ സെന്റർ കൂടാതെ ഒരു ക്യാൻസർ സെന്റർ കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. നിങ്ങൾ ബാക്കി പറയാൻ സമ്മതിക്കുന്നില്ല. എന്റെ ഒരു മര്യാദയ്ക്ക് നിഷയുടെ ചോദ്യത്തെ ഞാൻ ആദ്യം അഡ്രസ് ചെയ്യും. എന്റെ ഒരു മര്യാദയ്ക്ക് നിഷയുടെ ചോദ്യത്തെ ഞാൻ ആദ്യം അഡ്രസ് ചെയ്യും. നിഷ അതൊരു സൗകര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിഷ ഇന്നൊന്നും തരത്തില്ല. എവിടെ ചെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരു മര്യാദയ്ക്ക് അവതാരകയുടെ ചോദ്യത്തെ ആദ്യം അഡ്രസ്സ് ചെയ്തു. നിങ്ങൾ അത് മുതലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പാറയെന്ന് വിടത്തില്ല. നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും, നിങ്ങൾ എന്തെല്ലാം തടസ്സപ്പെടുത്തിയാലും വികസനത്തിൻ്റെ തേരോട്ടം കേരളത്തിൽ നടക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇനി അവർ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ ഈ വസന്തവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഒരു ചുരുങ്ങിയത് 25 ചർച്ചയിൽ ഞാൻ കേട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം ബദലായിട്ട് കൊണ്ടുവരുന്ന ഒരു PK ശശിയാണ്. അവരുടെ ബദലായിട്ട് കൊണ്ടുവന്നിരുന്നതാണ്. ആ PK ശശി എത്ര പെട്ടെന്നാണ് നിരപരാധിയായിട്ട് മാറുന്നതും അദ്ദേഹം
പിന്നെ കുറ്റവിമുക്തനായിട്ട് മാറുന്നത് എത്ര പെട്ടെന്ന്. CPM-നെ ഒന്ന് തള്ളി പറഞ്ഞാൽ തീരുന്ന ആക്ഷേപങ്ങൾ മാത്രമേ ഉള്ളൂ സർവർക്കുള്ളവർക്കെല്ലാം. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് പോലീസിന്റെ പരാതി, ഇത് രണ്ടും രണ്ടായിട്ട് കാണാം. ആ പരാതിയിൽ PK ശശി കുറ്റക്കാരനാണ്, അല്ല PK ശശി നേരിടേണ്ട ആളാണ് എന്നാണ് ഞാനതിന് മറുപടി പറയാം സർ. ഞാൻ മറുപടി പറഞ്ഞു തീരട്ടെ. അല്ല ചോദ്യങ്ങളൊക്കെ മിടുക്കരായിട്ട് അങ്ങ് പറ, മറുപടി അതിലേക്കല്ലേ ഞാൻ വരുന്നേ. ഞാനൊന്ന് പറയുന്നോ ഇല്ലെന്ന് തീരുമാനിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ പോരെ. നമ്മളങ്ങ് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു വന്നത് ആ PK ശശിയുടെ ഇഷ്യൂവിൽ പോലീസിന്റെ പരാതിയെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ലെങ്കിൽ പോരാ എന്നോട് ചോദ്യം ചോദിക്കുന്നേ. മുൻധാരണ എന്തിനാ എത്തുന്നേ? അതായത് PK ശശിയുടെ പേരിലുള്ള പരാതി പാർട്ടി പരിഗണിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹം പാർട്ടി അംഗത്വത്തിലേക്ക് മാത്രം ഒതുങ്ങിയത്. ഒരു സാധാരണ മെമ്പർ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത് അതിന്റെ പേരിലല്ലേ? ഒരാളെ തിരുത്താൻ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്താക്കുക എന്നുള്ളതല്ലല്ലോ. CPM-നെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും താഴെ തട്ടിൽ ഒരു ബ്രാഞ്ചിലേക്ക് അദ്ദേഹം എത്തുന്നു എന്ന് പറഞ്ഞാൽ നടപടി ഗൗരവമുള്ളതാണ്. അപ്പൊ അദ്ദേഹം അത് തിരുത്തി നിൽക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് മുകളിലോട്ട് കയറാം. അതാണ് ആ മെമ്പർഷിപ്പിൽ നിൽക്കുന്നതിന്റെ ഉദ്ദേശം. അതാണ്. ഇനി ശശിക്കെതിരായിട്ടുള്ള പരാതി പോലീസ് കൊടുക്കാത്തത് എന്താ? കോൺഗ്രസിന്റെ പ്രതി ചോദിക്കുക, ഒരു പരാതി പോലീസിൽ കൊടുക്കണമെങ്കിൽ ചെയർമാനായി ആനയിച്ചിരുത്തി ഈ സർക്കാരിന്റെ പൊതുഖജനാവിൽ എന്തൊരു മര്യാദ അനിഷായത്. ഈ സുഹൃത്ത് സംസാരിച്ചപ്പോൾ ഒരക്ഷരം ഞാൻ മിണ്ടിയോ? അദ്ദേഹത്തെ ഫേവർ ചെയ്തുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി പൊടിപ്പാറ സാർ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. ഇവരോടൊക്കെ ക്ഷമയുണ്ടാകാൻ പ്രാദ്യം ഈ ചർച്ചയെ വന്നിരിക്കുമ്പോൾ.